ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല മുരിങ്ങക്കായും മുട്ടയും കൂടി ചേർത്തുണ്ടാക്കിയ ഒരു നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു പാത്രം എടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മുടെ മുരിങ്ങക്കായൊക്കെ തൊലി കളഞ്ഞ് കഷ്ണങ്ങളായി മുറിച്ചെടുത്താണ്. അത് നമ്മുടെ മൺചട്ടിയിലേക്ക് ചേർത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം, ആവശ്യത്തിന് ഉപ്പും, ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനിയും മുരിങ്ങക്കായ്ക്കൊന്ന് വെന്ത് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു തേങ്ങൻ്റെ പകുതി തേങ്ങ ഇവിടെ ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസുള്ള സവാളയും കൂടി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ വലിയ ജീരകമാണ് കേട്ടോ. ഇതും കൂടി നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു കൂട്ടാൻ കുറച്ച് ഗ്രേവി ടൈപ്പിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഗ്രേവി വേണ്ടെങ്കിൽ ഈ തേങ്ങൻ്റെ ഒപ്പം വെള്ളം ഒഴിക്കാതെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നമ്മൾ അവിയലിക്കൊക്കെ ഉണ്ടാക്കണില്ലേ, അതുപോലെ തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ മുരിങ്ങക്കായ് ഒരുപാട് വെന്തുടഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച അരപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഗ്രേവി ടൈപ്പ് വേണമെങ്കിൽ വെള്ളം ഒഴിക്കാതെ ഇരുന്നാൽ മതി കേട്ടോ. ഇനി ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കമ്മിയുണ്ട് കേട്ടോ. പിന്നെ കുറച്ചും കൂടി ഉപ്പ് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് കുറുകി വരണം. അപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് 5 മിനിറ്റ് ഒന്ന് വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച മുട്ടയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 3 മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അതൊരു മുട്ട 4 കഷ്ണങ്ങളായിട്ട് മുറിച്ചത് കേട്ടോ. അതും കൂടി ചേർത്ത് ഒരുപാട് കുത്തി ഇളക്കി അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ നമ്മളുടെ ഈ ഒരു കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ എന്താണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂട്ടോ. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ചോറിൻ്റെ ഒപ്പം കുഴച്ച് കഴിക്കാൻ ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാനും എൻ്റെ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ.